നമസ്കാരം. പൊതുമേഖലാ ഗതാഗത സ്ഥാപനമായ KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പർച്ചേസ് തട്ടിപ്പുകളിൽ ഒന്നിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ ഔദ്യോഗിക കാലാവധിയിൽ KSRTCക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയ ബസ്സുകളുടെയൊക്കെ തന്നെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും കള്ളപ്പണ ഇടപാടുകളും നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഔദ്യോഗിക രേഖകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഗതാഗത വകുപ്പിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും KSRTCയെ നവീകരിക്കുമെന്നുമുള്ള വൻ പ്രഖ്യാപനങ്ങളോടെയാണ് വലിയ തോതിൽ പുതിയ ബസ്സുകൾ വാങ്ങാൻ അന്ന് ഭരണകൂടം മുൻകൈയെടുത്തത്. എന്നാൽ പാവപ്പെട്ട തൊഴിലാളികളുടെയും യാത്രക്കാരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ പർച്ചേസുകളുടെയൊക്കെ മറവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൃത്രിമത്വം കാണിച്ചുകൊണ്ട് പൊതുമുതൽ വൻതോതിൽ കൊള്ളയടിക്കുകയായിരുന്നുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ടാറ്റ കമ്പനിയുടെ 181 പുതിയ ബസ്സുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പർച്ചേസ് രേഖകളും ഫയലുകളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വൈരുദ്ധ്യങ്ങളും വലിയ രീതിയിലുള്ള സാമ്പത്തിക പൊരുത്തക്കേടുകളും ഒക്കെ തന്നെ ഒറ്റനോട്ടത്തിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിവാദത്തിലെ ഏറ്റവും ദുരൂഹവും അവിശ്വസനീയമായ കാര്യം, ഒരേ ദിവസം ഒരേ ഡീലറിൽ നിന്ന് ഒരേ മോഡലിലുള്ള ബസ്സുകൾ KSRTC വാങ്ങിയപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള വില നിലവാരങ്ങളാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2025 നവംബർ 21 KSRTC ഒരേ ഡീലറിൽ നിന്ന് 8 ടാറ്റ ബസ്സുകൾ വാങ്ങിയത് കൃത്യമായി 29,08,215 രൂപ നിരക്കിലാണ്. എന്നാൽ ഇതേ ദിവസം തന്നെ ഇതേ കമ്പനിയുടെ ഇതേ സ്പെസിഫിക്കേഷനുള്ള മറ്റ് ചില ബസ്സുകൾ വാങ്ങിയതായി കാണിച്ചിരിക്കുന്നത് 27,74,593 രൂപയ്ക്കാണ്. ഒരേ ഉൽപ്പന്നത്തിന് ഒരേ ദിവസം ലക്ഷക്കണക്കിന് രൂപയുടെ വ്യത്യാസം രേഖപ്പെടുത്തിയതിലൂടെ മാത്രം പ്രാഥമികമായി വൻ തുകയുടെ ക്രമക്കേട് നടന്നതായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. ഒരേ മോഡലും ഒരേ വിതരണക്കാരനും ആയിരുന്നിട്ടും വിലയിൽ മാത്രം ഇത്തരത്തിൽ 2 തരം കള്ളക്കളികൾ കാണിച്ചതിന് പിന്നിൽ ഗതാഗത വകുപ്പിലെയും KSRTCയിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഇടനിലക്കാരുടെയും ഒക്കെ തന്നെ വ്യക്തമായ പങ്കാളിത്തവും ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയും ഉണ്ടെന്ന് വ്യക്തമാണ്. ഈ സാമ്പത്തിക ക്രമക്കേടുകൾ 2025 നവംബർ മാസത്തെ ഒരു പ്രത്യേക ഇടപാടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ മാസങ്ങളോളം തുടർച്ചയായിട്ട് ആവർത്തിക്കപ്പെട്ട ഒന്നാണെന്ന് രേഖകൾ തെളിയിക്കുന്നു. 2025 നവംബർ ഡിസംബർ മാസങ്ങളിലും തുടർന്ന് 2026 ഫെബ്രുവരി വരെയുള്ള കാലയളവിലും ഇതേ വിചിത്രമായിട്ടുള്ള പർച്ചേസ് രീതി തന്നെയാണ് KSRTCയിൽ നിരന്തരം തുടർന്നു വന്നത്. ചില പ്രത്യേക ബസ്സുകൾക്ക് വിപണി നിലവാരത്തേക്കാൾ വളരെ കുറഞ്ഞ വില കാണിച്ചുകൊണ്ട് അധികൃതരെയും ഓഡിറ്റിംഗ് വിഭാഗത്തെയും ഒക്കെ തന്നെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഭൂരിഭാഗം വരുന്ന മറ്റ് ബസ്സുകൾക്കും സാധാരണ നിരക്കിനേക്കാൾ 2 മുതൽ 3 ലക്ഷം രൂപ വരെ അധികം നൽകിയാണ് KSRTC വാങ്ങിയിട്ടുള്ളത്. ഇതിന് ഉദാഹരണമായിട്ട് 2025 ഡിസംബർ 13 പർച്ചേസ് ഫയലുകൾ പരിശോധിച്ചാൽ ഒരേ മോഡൽ ബസ്സുകൾ ഒരു ഓർഡറിൽ 27 ലക്ഷം രൂപയ്ക്കും അതുപോലെ തൊട്ടടുത്ത ഓർഡറിലാകട്ടെ 30 ലക്ഷം രൂപയ്ക്കും വാങ്ങിയതായിട്ട് രേഖകളിലൊക്കെ തന്നെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇത് വകുപ്പിൽ നടന്ന വൻ അഴിമതിയുടെ പച്ചയായിട്ടുള്ള തെളിവാണ്. പൊതുവിപണിയിലെ യഥാർത്ഥ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ പർച്ചേസ് തട്ടിപ്പിൻ്റെ ആഴം കൂടുതൽ വ്യക്തമാകും. സാധാരണ നിലയിൽ ഈ പ്രത്യേക മോഡൽ ടാറ്റ ബസ്സുകൾക്ക് ഓൺലൈനിലും വിപണിയിലുമൊക്കെ കാണിക്കുന്ന യഥാർത്ഥ വിപണി വില ഏകദേശം 29 ലക്ഷം രൂപ മാത്രമാണ്. സാധാരണക്കാരായ വ്യക്തികൾ വാങ്ങുമ്പോൾ പോലും ഇത്രയും വലിയ തുക വരുന്ന വാഹനങ്ങൾക്ക് കമ്പനികൾ ഡിസ്കൗണ്ടുകൾ നൽകാറുണ്ട്. അങ്ങനെയെങ്കിൽ KSRTC പോലെ നൂറുകണക്കിന് ബസ്സുകൾക്ക് അതും ഒന്നിച്ച് ഓർഡർ നൽകുന്ന ഒരു വമ്പൻ പൊതുമേഖലാ സ്ഥാപനത്തിന് വിപണി വിലയേക്കാൾ വളരെ വലിയ തോതിലുള്ള സാമ്പത്തിക ഇളവുകളും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങളും നിർമ്മാതാക്കളിൽ നിന്നൊക്കെ തന്നെ ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇവിടെ നേരെ വിപരീതമായിട്ട് ലഭിക്കേണ്ട ഇളവുകൾ ഇല്ലാതാക്കുകയും വിപണി വിലയേക്കാൾ ലക്ഷക്കണക്കിന് രൂപ അധികമായിട്ട് പൊതുമുതലിൽ നിന്നും കമ്പനിക്കും ഡീലർമാർക്കും എഴുതി നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ ഉയർന്ന നിരക്കിൽ ബസ്സുകൾ വാങ്ങിക്കൂട്ടിയതിലൂടെ മാത്രം KSRTCക്ക് ഏകദേശം 4 കോടി രൂപയിലധികം രൂപയുടെ ഭീമമായിട്ടുള്ള നഷ്ടമാണ് നേരിട്ടിരിക്കുന്നത്. ഈ വൻതുക ആരുടെയൊക്കെ പോക്കറ്റുകളിലേക്കാണ് പോയതെന്ന ചോദ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. മുൻപ് പല കോണുകളിൽ നിന്നും KSRTCയിലെ ബസ് പർച്ചേസുകളിലും കരാറുകളിലുമൊക്കെ തന്നെ വൻതോതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന പരാതികളും അതോടൊപ്പം തന്നെ ആക്ഷേപങ്ങളും ശക്തമായിട്ട് ഉയർന്നിരുന്നെങ്കിലും അന്നത്തെ ഗതാഗത വകുപ്പും ഭരണകൂടവും അത് മനഃപൂർവ്വം മൂടിവെക്കുകയും അന്വേഷണങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയുമാണ് ഉണ്ടായത്. നിലവിലിപ്പോൾ പുതിയ സംസ്ഥാന സർക്കാർ KSRTC വഴി സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള ജനക്ഷേമ പരിപാടികൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പ്രതിമാസം കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് അധിക ബാധ്യതയായിട്ടും സബ്സിഡിയായിട്ടും വരുന്നത്. ഇതിനകം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന KSRTC പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ഇത്തരം ജനപ്രിയ പദ്ധതികളിലൂടെ മുന്നോട്ട് നയിക്കണമെങ്കിൽ സ്ഥാപനത്തിനകത്ത് നടക്കുന്ന ഇത്തരം ഭരണപരമായിട്ടുള്ള അഴിമതികളും അതോടൊപ്പം തന്നെ അനധികൃതമായിട്ട് പണം ചോരുന്ന വഴികളും പൂർണ്ണമായി അടച്ചേ മതിയാകും. ഇത്തരത്തിലുള്ള വൻകിട പർച്ചേസ് തട്ടിപ്പുകളിലൂടെയും അതോടൊപ്പം തന്നെ അവിഹിത ഇടപാടുകളിലൂടെയും ഒക്കെ തന്നെ KSRTCയുടെ പണം മുഴുവൻ പുറത്തേക്ക് ചോർന്നു പോയാൽ സ്ഥാപനത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജീവനക്കാർക്കും കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും കൃത്യസമയത്ത് ശമ്പളമോ വിരമിച്ചവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങളോ നൽകാൻ പോലും ആകാതെ സ്ഥാപനം തകർച്ചയുടെ അഗാധത്തിലേക്ക് കൂപ്പുകുത്തും. KSRTC എക്കാലത്തും വലിയ നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രം ബാക്കി വയ്ക്കുന്ന ഒരു വെള്ളാനയായിട്ട് മാറാൻ ഇത്തരം ദുരൂഹമായ ഇടപാടുകളാണ് വഴിതെളിക്കുന്നത്.
അതുകൊണ്ട് തന്നെ മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ ഔദ്യോഗിക കാലയളവിൽ നടന്ന ഈ ലക്ഷങ്ങളുടെയും കോടികളുടെയും ബസ് പർച്ചേസ് അഴിമതിയെക്കുറിച്ച് നിഷ്പക്ഷവും സുതാര്യവുമായിട്ടുള്ള ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് KSRTCയുടെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ്. പൊതുമുതൽ കൊള്ളയടിച്ച ഉദ്യോഗസ്ഥരെയും ഇതിനു മുന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതൃത്വങ്ങളെയും ഒക്കെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണമെന്നാണ് പൊതുസമൂഹവും ജീവനക്കാരുടെ സംഘടനകളുമൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്.